important is our prayer? നമ്മുടെ പ്രാർത്ഥന എത്രയധികം പ്രാധാന്യമുള്ളതാണ് എന്നാണ് അതൂത്. How effective is our prayer? നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം പ്രയോജനമുള്ളതാണ്. How powerful is our prayer? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ട്. To study this, I would like to take a man from the Word of God. ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം ഞാൻ നിങ്ങളെ ഒരു ദൈവമനുഷ്യന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. There are so many people in the Bible who prayed. പ്രാർത്ഥിച്ച ഒത്തിരി അനേകം ദൈവഭക്തരെ നമുക്ക് കാണുവാൻ കഴിയും So many വേദപുസ്തകത്തിൽ. people are mentioned in the Bible. വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ച ഒത്തിരി അനേകം വ്യക്തികളെ നമുക്ക് കാണുവാൻ You കഴിയും. can also read the prayers of the men of God in the Bible also. വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ച ഒത്തിരി അനേകം മനുഷ്യരുടെ പ്രാർത്ഥനാ വാചകങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും. We can read about the prayer of Paul in the Bible. വേദപുസ്തകത്തിൽ പൗലോസിന്റെ പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. We can read about the prayer of Jesus from the Word of God. എന്തിനേറെ പറയുന്നു, യേശുവിന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. We can read about the prayer of Jabez in the Bible. യബ്ബേസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും There are so വേദപുസ്തകത്തിൽ. many short prayers and long prayers in the Bible. അത് മാത്രമല്ല, ചെറിയ പ്രാർത്ഥനകളും വലിയ നീണ്ട പ്രാർത്ഥനകളും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. I think the longest prayer was done by whom? Solomon. ഏറ്റവും നീണ്ട ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശലോമോന്റേതാണ്. But do you know how messed up his life was? പക്ഷെ തന്റെ ജീവിതം എത്രത്തോളം പരിതാപകരമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. There's no meaning in having a long prayer and messing up your life. അതുകൊണ്ട് തന്നെ വലിയ നീണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതം പരിതാപകരമായി പോയി കഴിഞ്ഞാൽ എന്തർത്ഥമാണ് അതിനുള്ളത്? The problem was he was not willing to live according to what he prayed for. താൻ പ്രാർത്ഥിച്ച കാര്യങ്ങളുടെ അതേ നിലവാരത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ശലോമോൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അവിടെ വന്നു ചേർന്ന പ്രശ്നം. So there are long prayers in the Bible and short prayers also in the Bible. അതുകൊണ്ട് തന്നെ വലിയ നീണ്ട പ്രാർത്ഥനകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും, ചെറിയ പ്രാർത്ഥനകളും വേദപുസ്തകത്തിൽ But this morning I would like to meditate from the life of Elijah and the significance of his prayer. ഏലിയാവിന്റെ പ്രാർത്ഥനകളെക്കുറിച്ചും ഏലിയാവിന്റെ പ്രാർത്ഥനകളുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുക്കുന്നത്. If you study the Word of God, നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ there are 5 different occasions where Prophet Elijah prayed. ഏലിയാവ് പ്രാർത്ഥിച്ച 5 വിവിധ തരം സ്ഥലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. Different types of prayers. 5 വിവിധ തരം പ്രാർത്ഥനകളെ നമുക്ക് കാണുവാൻ കഴിയും. If you study his life very clearly, ഏലിയാവിന്റെ ജീവിതത്തെ നാം ഒന്ന് വ്യക്തമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ there are 5 different types of prayer or 5 prayers Elijah prayed in the Bible. വ്യത്യസ്തകരമായിട്ടുള്ള 5 പ്രാർത്ഥനകൾ, 5 വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഏലിയാവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. You know which were those prayers? ആ പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? Okay, come on, let's. Number 1. ഒന്നാമത്തേത് നിങ്ങൾ പറയണം. അല്ല, ഫയറിന് മുമ്പ് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, ഏതാ? The first prayer is that the rain should not come. ആദ്യം മഴ പെയ്യാതിരിക്കേണ്ടതിനാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് വേറെ ദിവസം എവിടെങ്കിലും ഉണ്ടോ? മഴ പെയ്യാതിരിക്കാൻ ഏലിയാവ് പ്രാർത്ഥിച്ചു എന്ന് വേറെ ദിവസം എവിടെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയും മഞ്ഞും പെയ്യത്തില്ല എന്നല്ലേ അവിടെ പറഞ്ഞേക്കുന്നേ. അതിനവൻ പ്രാർത്ഥിച്ചു എന്ന് വേറെ ദിവസം ഉണ്ടോ? ഉണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് the first prayer of Elijah is recorded or is mentioned in the book of James chapter 5 verse 17. ഏലിയാവിന്റെ ആദ്യത്തെ പ്രാർത്ഥനയെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. There we read it very clearly. വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Elijah was a man of like passion with us. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. And he prayed fervently that it might not rain. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. When you study the Word of God, study the Bible, you have to study from the full perspective.
വേദപുസ്തകം നാം വായിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ പൊതുവായിട്ടുള്ള അതേ അർത്ഥത്തിലായിരിക്കണം നാം വായിക്കേണ്ടത്. Something that is not mentioned in the Old Testament, the Holy Spirit has revealed it in the New Testament. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഏലിയാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വെളിപ്പെടുത്താത്തത് പുതിയ നിയമത്തിൽ അത് വെളിപ്പെടുത്തുകയാണ്. So that's why with the whole Bible is complete with the Old Testament and New Testament. അതുകൊണ്ട് തന്നെ വേദപുസ്തകം സമ്പൂർണ്ണമാകുന്നത് പഴയ നിയമത്താലും പുതിയ നിയമത്താലുമാണ്. Some people think that with New Testament Christians we don't need the Old Testament. ചില മനുഷ്യർ ചിന്തിക്കാറുണ്ട് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് പഴയ നിയമത്തിന്റെ ആവശ്യമൊന്നുമില്ല. But the Bible says പക്ഷേ വേദപുസ്തകം പറയുന്നു all scripture is inspired by the word of God. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാണ്. All scripture is given for the proof and the upliftment and encouragement of the child of God. എല്ലാ തിരുവഴുത്തും ഒരു ദൈവമനുഷ്യന്റെ ഗുണീകരണത്തിന് ശാസനത്തിന് നീതിയുടെ അഭ്യാസനത്തിനാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് വിളിച്ചു പറയുന്നു. So in the first Kings chapter we don't see Elijah praying to stop the rain. ഒന്ന് രാജാക്കന്മാരിൽ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല മഴ പെയ്യാതിരിക്കേണ്ടതിന് ഏലിയാബ് പ്രാർത്ഥിച്ചു എന്ന്. But the apostle Jacob very clearly says he prayed fervently so that the rain has to be stopped or the heavens has to be closed. പക്ഷേ അപ്പോസ്തലനായ യാക്കോബ് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് ഏലിയാബ് ദൈവത്തോട് അപേക്ഷിച്ചു സ്വർഗ്ഗം ആ പ്രാർത്ഥന കേട്ടു എന്ന്. So let me tell you something. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Before you declare something to the world, നിങ്ങൾ ഈ ലോകത്തോട് ചിലത് പ്രഖ്യാപിക്കുന്നതിന് മുന്നമേ തന്നെ, before you bring a prophetic word into somebody's life, ചിലരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില പ്രവചന ശബ്ദങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് മുന്നമേ a fervent prayer is necessary. ഒരു വലിയ പ്രാർത്ഥന ഉറപ്പോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമാണ്. A fervent prayer. ഉറച്ച നിശ്ചയത്തോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന. Before you bring forth the word of God to the people, ദൈവവചനം ദൈവത്തിന്റെ ജനത്തോട് നിങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുന്നമേ Bible says വേദപുസ്തകം പറയുന്നു Elijah prayed fervently so that the heavens can be closed and rain should not fall down. സ്വർഗമടഞ്ഞ് മഴ ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഏലിയാവ് ദൈവത്തോട് അപേക്ഷിച്ചു എന്ന്. So listen very carefully. We are going to draw one main principle out of all those things. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു പ്രധാനപ്പെട്ട ദൈവിക തത്വത്തെയാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. Here Elijah is praying fervently so that the heavens can be closed and rain should not fall down. ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഏലിയാവ് ദൈവത്തോട് ഇത് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുകയാണ്. That is not a natural thing, it is unusual thing, unnatural thing. അതൊരു സാധാരണമായിട്ടുള്ള കാര്യമല്ല, അസാധാരണമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് അപേക്ഷിക്കുന്നത്. If you study the seasons in the right due time, the rain will come. കാലഘട്ടങ്ങളെ നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതത് കാലഘട്ടങ്ങളിൽ മാത്രമേ മഴ പെയ്യത്തുള്ളൂ. Especially if you study the nature and the history of the Israel, there is a latter rain and a former rain in the due season. ഇസ്രായേലിന്റെ ചരിത്രത്തെയും ഇസ്രായേലിന്റെ കാലാവസ്ഥയും പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും, ഇസ്രായേൽ മുൻമഴയും പിന്മഴയും ഉണ്ടായിരുന്നു എന്ന്. It comes automatically in due season. അതതിന്റെ കാലഘട്ടങ്ങളിൽ ഈ മുൻമഴയും പിന്മഴയും വന്നു ചേരും. But here comes a man of God ഇവിടെ ഇതാ ഒരു ദൈവമനുഷ്യൻ കടന്നു വരികയാണ്. to do something different than that happens naturally. പ്രകൃതിയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി സംഭവിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇതാ കടന്നു വരികയാണ്. And he prays unto the Lord. ദൈവത്തോട് മനുഷ്യൻ I അപേക്ഷിക്കുകയാണ്. want you should close down the heavens. കർത്താവേ, അങ്ങ് ആകാശത്തെ അടയ്ക്കണം. Oh, I want no rain should fall these days. ഈ ഭൂമിയിൽ ഈ നാളുകളിൽ മഴ പെയ്യാതിരിക്കണമെന്ന്. So dear brother and dear sister, let me ask you something this morning. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. An unusual prayer can bring some unusual results. അസാധാരണമായ പ്രാർത്ഥനകൾ അസാധാരണമായ മറുപടികളെയും കൊണ്ടുവരും. Have you ever prayed for an unusual thing? നിങ്ങൾ ഒരിക്കലെങ്കിലും അസാധാരണമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have you ever prayed for an unusual thing in your life? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Here stands a man of God and declares to the world,
ഇവിടെ ഈ ലോകത്തോട് ഈ ദൈവ മനുഷ്യൻ ഇതാ വിളിച്ചു An പറയുകയാണ്, unusual thing is going to happen. ചില അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. I am praying for unusual things. അസാധാരണമായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ച് This പ്രാർത്ഥിക്കുകയാണ്. morning, that is my prayer. അതാണ് ഇന്ന് പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥനയും. I am not praying for ordinary things ചില സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. that will come and go as usual. അതെല്ലാം സാധാരണ പോലെ വന്നും പോയിരിക്കും. But pray for some unusual things. ചില അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. Pray for some unusual things. അസാധാരണമായതിനു വേണ്ടി നിങ്ങൾ That പ്രാർത്ഥിക്കണം. is my prayer. അതാണ് എന്റെ പ്രാർത്ഥന. I want this church to send pastors and missionaries to other nations. മറ്റു രാജ്യങ്ങളിലേക്ക് മറ്റു ദേശങ്ങളിലേക്ക് ഇവിടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ കടന്നു ചെല്ലണം. I want pastors to go from this nation to evangelize other nations. ഈ ദേശത്തു നിന്നും പാസ്റ്റർമാർ കടന്നു ചെന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ചെന്ന് സുവിശേഷം അറിയിക്കണം. This is my prayer. അതാണ് എന്റെ പ്രാർത്ഥന. India has to supply pastors to the other nations. ഭാരതം മറ്റു രാജ്യങ്ങൾക്ക് സുവിശേഷകന്മാരായി അയക്കണം. We have to send pastors from this church to the Australian churches. ഓസ്ട്രേലിയയിലുള്ള സഭകളിലേക്ക് സുവിശേഷകന്മാരായി സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഇവിടെ നിന്നും ആളുകൾ പോകണം. We want to send pastors from this church to be pastors in the United States and other countries. അമേരിക്കയിലും മറ്റു ഇതര രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്നും ദൈവദാസന്മാർ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം കടന്നു ചെല്ലണം. അതാണ് എന്റെ പ്രാർത്ഥന. Can you pray for an unusual thing this morning? ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെയുള്ള അസാധാരണമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Lord, I want you to send my son as a missionary to a foreign nation. കർത്താവേ, ഒരു അന്യദേശത്തേക്ക് എന്റെ മകനെ ഞാൻ ഒരു മിഷണറി ആയിട്ട് അയക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എന്ന്. Lord, use my children. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണം. Oh Lord, use my resources. എന്റെ ഉറവിടങ്ങളെ അങ്ങ് ഉപയോഗിക്കണം. Lord, use me. കർത്താവേ, അങ്ങനെ ഉപയോഗിക്കണം. If you have an unusual prayer, let me tell you, we have an unusual God who will answer unusual things. അങ്ങനെയുള്ള അസാധാരണമായ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അസാധാരണമായ വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ പ്രവർത്തികൾ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. Elijah decided one thing. ഇവിടെ ഏലിയാവ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. Something unusual should happen to win this generation to God. ഈ ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തണമെങ്കിൽ അസാധാരണമായ ഒരു കാര്യം നടന്നേ പറ്റൂ. How many of you believe that? എത്ര പേര് അത് വിശ്വസിക്കുന്നു? പഴയ പരിപാടി കൊണ്ടിരുന്നാലൊന്നും ഒരാത്മാക്കൾ രക്ഷിക്കപ്പെടത്തില്ല. ഒരു അസാധാരണ കാര്യം സംഭവിക്കാമോ ജനം ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടിക്കൂടും. ഒരു അസാധാരണമായ കാര്യം നിന്റെ ശുശ്രൂഷയാൽ നിന്റെ കരങ്ങളാൽ അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിച്ചു നോക്കുക. അവരുടെ കയ്യാൽ അസാധാരണ വീര്യപ്രവർത്തികൾ നടന്നപ്പോൾ ജനം ഓടിക്കൂടാനായിട്ട് തുടങ്ങി. 21-ാം നൂറ്റാണ്ടിൽ നമുക്കാവശ്യം അസാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവപുരുഷന്മാരെ, അസാധാരണ കാര്യങ്ങൾ സ്വപ്നം കാണുന്ന ദൈവപുരുഷന്മാരെ, അസാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെയാ. When Elijah saw that all Israelites have turned their back to God and living in sin, he decided, Lord, I am going to pray for an unusual thing in my nation and in my generation. ദൈവത്തോട് പുറംതിരിഞ്ഞ് ജീവിക്കുന്ന, വിഗ്രഹാരാധനയിൽ ജീവിക്കുന്ന, അശേര പ്രതിഷ്ഠകളെ സേവിച്ച് ജീവിക്കുന്ന ദൈവജനത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏലിയാവിന് ഒരു കാര്യം മനസ്സിലാക്കി. സാധാ ശക്തി കൊണ്ട് ഇവരുടെ ജീവിച്ചിട്ട് കാര്യമില്ല. ഒരു അസാധാരണ ശക്തി എൻ്റെ കരങ്ങളാൽ, ഒരു അസാധാരണ വെളിപ്പാട്, ഒരു അസാധാരണ ദൈവകൃപ, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി എൻ്റെ തലമുറയിൽ നടന്നെങ്കിൽ മാത്രമേ ഈ ജനത്തെ ദൈവത്തിലേക്ക് മടക്കുവാൻ കഴിയത്തുള്ളെന്ന് ഏലിയാവ് മനസ്സിലാക്കി. And he started to pray. അവൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. And Bible says a word over there. വേദപുസ്തകം പറയുന്നു, Fervent prayer. മുട്ടിപ്പായിൽ നിന്ന് പ്രാർത്ഥിക്കുക. Elijah prayed fervently. വളരെ മുട്ടിപ്പായിൽ നിന്നും ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. Why? എന്തുകൊണ്ടാ? He wanted an unusual things to happen for that the people should turn to God. ദൈവത്തിലേക്ക് ജനം തിരിയുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ ചില അസാധാരണമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചേ മതിയാകൂ എന്ന് ഏലിയാവിന് മനസ്സിലായി. ദൈവദാസന്മാരെ, എനിക്ക് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ജീവിക്കാൻ വേണ്ടി ഈ മാർഗത്തെ എടുക്കരുത്. ഒരു അസാധാരണ പ്രവൃത്തി
എൻ്റെ തലമുറയിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. An unusual thing. Father, I am looking for an unusual thing. കർത്താവേ, ഞാൻ ഒരു അസാധാരണമായ പ്രവൃത്തിക്ക് വേണ്ടി I am കാത്തിരിക്കുകയാണ്. praying for an unusual thing. കർത്താവേ, ചില അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Lord, I want to see my eyes to see some unusual things. ചില അസാധാരണമായ പ്രവൃത്തികൾ എന്റെ കണ്ണ് കാണണം. Lord, I want some unusual words, messages should come from my mouth. എന്റെ അധരങ്ങളിൽ നിന്നും അസാധാരണമായ ചില ദൂതുകൾ കടന്നു വരണം. Lord, I want an unusual message. കർത്താവേ, അസാധാരണമായ ദൂതുകൾ എന്റെ നാവിൽ നിന്നും കടന്നു An വരണം. unusual ministry. അസാധാരണമായ ഒരു ശുശ്രൂഷ, An unusual action. അസാധാരണമായിട്ടുള്ള ഒരു ശുശ്രൂഷ. That was the concern of Elijah. ഏലിയാവിന്റെ പ്രാർത്ഥന അതായിരുന്നു. To see something unusual in his generation. തന്റെ തലമുറയിൽ തന്നെ അസാധാരണമായ ചില പ്രവർത്തികൾ കാണണമെന്നുള്ള ഒരു ഉറച്ച നിശ്ചയത്തോടു കൂടിയുള്ള To പ്രാർത്ഥന. see something unusual in his generation. അസാധാരണമായ ചിലത് തന്റെ തലമുറയിൽ നടക്കണം. And Elijah started to pray for that. ഏലിയാവ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെയൊക്കെ ധാരണ 17-ാം അധ്യായത്തിൽ കാണുന്ന ഏലിയാവ് ഇങ്ങനെ അങ്ങോട്ട് വന്ന് പറഞ്ഞെന്നാ. അല്ലല്ല, പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എന്തുവാണെന്നറിയാമോ? അസാധാരണമായൊരു പ്രാർത്ഥനയിലേക്ക് അവൻ അവൻ്റെ ജീവിതത്തെ ഒഴിച്ചു വിടുക. Many times pastors, we don't have time. പല സമയത്തും പാസ്റ്റർമാരായ നമുക്ക് സമയമില്ല. Believers, we don't have time. വിശ്വാസികൾക്ക് സമയമില്ല. We don't have time for godly things. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയമില്ല. This man spent days and night in prayer. ഈ മനുഷ്യൻ രാവും പകലും പ്രാർത്ഥനയാൽ ഇപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. Fervent prayer. വളരെ മുട്ടിപ്പായിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. Fervent prayer. വളരെ മുട്ടിപ്പായിൽ നിന്ന് പ്രാർത്ഥിക്കുക. Fervent prayer എന്നുള്ളതിന് വേറൊരു വാക്ക് ഇടതടവില്ലാത്ത പ്രാർത്ഥന എന്നാ. Without stopping. Prayer without stopping. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുകയാ. ഏലിയാവ് അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് പിന്നത്തെ ഒരു സന്ദർഭത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. Praying for what? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? For an unusual event to happen in his. അസാധാരണമായ ചില സംഭവങ്ങൾ അവിടെ നടക്കണം എന്നാണ് ഏലിയാവിന്റെ പ്രാർത്ഥന. So his first prayer was to shut up the heavens. അതുകൊണ്ട് തന്നെ ഏലിയാവിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആകാശം അടയ്ക്കണമെന്നുള്ളതായിരുന്നു. He never prayed for his food. തന്റെ ആഹാരത്തിന് തന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഏലിയാവ് പ്രാർത്ഥിച്ചത്. He didn't ask, Lord, if you are going to close down the thing, how am I going to live? ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആകാശത്തെ അടയ്ക്കുകയാണെങ്കിൽ ഇനി എങ്ങനെ ഞാൻ ഭക്ഷിക്കുമെന്ന് എന്നല്ല ഏലിയാവ് ചിന്തിച്ചത്. അതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ പ്രാർത്ഥന. അല്ലേ? First thing we prayed the great big things. ആദ്യം ആകാശം അടയ്ക്കണം, മഴ പെയ്യാതിരിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിച്ചേക്കാം. The second prayer will, Lord, how am I going to live? ആകാശം ഇനിയിപ്പോൾ അടച്ചു. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ആകാശം അടച്ചില്ല, ഇനി എങ്ങനെ ഞാൻ What about me, oh Lord? എന്റെ കാര്യം ഇനി എങ്ങനെ നടക്കും? Was that the prayer of the Elijah? അങ്ങനെയായിരുന്നോ ഏലിയാവ് പ്രാർത്ഥിച്ചത്? The second prayer recorded in the Bible. ഏലിയാവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. He might have prayed so many other things. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചിരുന്നേക്കാം. But which is recorded in the Bible. പക്ഷെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആരും അതെടുത്തിട്ട് വേറൊന്നും കയറി ട്രോൾ ചെയ്യരുത് എന്നെ കയറി കേട്ടോ. വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ഏലിയാവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതാ? അത് കേൾക്കാനാ ഞങ്ങൾ ഇരിക്കുന്നല്ലേ. വിധവയുടെ മകൻ ജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. The second prayer is recorded in the book of 1 Kings chapter 17 verse 20. രണ്ടാമത്തെ പ്രാർത്ഥന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു വീണു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. So what was the second prayer? ഏലിയാവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? Again for an unusual thing. വീണ്ടും അസാധാരണമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. He has never done this ministry before. ഈ ഒരു ശുശ്രൂഷ ഏലിയാവ് ചെയ്തിട്ടേയില്ല. Elijah hasn't prayed for a dead person so far. ഇതുവരെയും ഏലിയാവ് തന്റെ ശുശ്രൂഷയിൽ മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല. He had never seen any other prophets doing this type of things. അത് മാത്രമല്ല,
തൻ്റെ ജീവിതത്തിന് മുമ്പുള്ള ഒരു പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ടും ഏലിയാവിന് അറിയത്തില്ലായിരിക്കാം. An unusual prayer. ഒരു അസാധാരണമായ പ്രാർത്ഥന. So that the life should come to a dead person. ഒരു മരിച്ച വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക് ജീവൻ മടങ്ങി വരണം എന്നുള്ള അസാധാരണമായ പ്രാർത്ഥന. A prayer for resurrection. ഉയർപ്പിന്റെ പ്രാർത്ഥന. It's an unusual thing. അസാധാരണമായത്. Unusual thing. It's an unusual prayer. അസാധാരണമായ ഒരു പ്രാർത്ഥന. How many of you or how many of us dare to go and pray for a situation like this? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മളിൽ എത്ര പേർ തയ്യാറാകും, അല്ലെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ടാകും? Here see a man who is praying an unusual prayer. അസാധാരണമായ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ നാം കാണുകയാണ് ഇവിടെ. The child is dead. കുഞ്ഞു മരിച്ചു. Now the prophet is praying for the life. ഇവിടെ പ്രവാചകൻ ഇത് പ്രാർത്ഥിക്കുകയാണ്, ജീവൻ മടങ്ങി വരേണം. An unusual prayer. അസാധാരണമായ പ്രാർത്ഥന. So the life of God should come to the dead ones. ഈ മരിച്ച വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ആ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ജീവൻ കടന്നു വരേണം എന്നുള്ള അസാധാരണമായ ഒരു പ്രാർത്ഥന. That prayer is also for somebody, not for himself. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി ആയിരുന്നില്ല പ്രാർത്ഥന, മറ്റാർക്കോ വേണ്ടിയിട്ടായിരുന്നു. So that God's name can be glorified. അത് മുഖാന്തരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. So that God's name may be lifted up. ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടും. So that people should know that there is a life-giving God. ജീവൻ നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് ജനം അറിയേണ്ടതിന് വേണ്ടിയിട്ടാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. An unusual prayer. അസാധാരണമായ ഒരു പ്രാർത്ഥന. What made this man pray like this? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസാധാരണമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഈ മനുഷ്യൻ തയ്യാറായി തീർന്നത്? Because he is living in the result of the first prayer. കാരണം തന്റെ ആദ്യത്തെ പ്രാർത്ഥനയുടെ മറുപടിയിലായി ജീവിക്കുന്നേ. ഏലിയാവ് ഇപ്പോഴും ജീവിക്കുന്നേ. You know, he is praying in the season of the first prayer's result. തന്റെ ആദ്യ പ്രാർത്ഥനയുടെ മറുപടിയുടെ ആ കാലഘട്ടത്തിൽ തന്നെയാ ഏലിയാവ് ഇപ്പോഴും ജീവിക്കുന്നത്. The heavens are closed. ആകാശം അടഞ്ഞിരിക്കുന്നു. No rain. മഴയില്ല ഇപ്പോ. So he is living in the season of the miracle of his first prayer. തന്റെ ആദ്യ പ്രാർത്ഥനയുടെ ആ അത്ഭുതത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാ ഏലിയാവ് ഇപ്പോഴും നടന്നു നീങ്ങുന്നത്. So when you live in the season of the miracle of the first prayer, that will help you to pray for the next prayer. നിന്റെ ആദ്യ പ്രാർത്ഥനയുടെ മറുപടിയുടെ അത്ഭുതത്തിലേക്ക് നീ ആ കാലഘട്ടത്തിൽ തന്നെ നീ ആയിരിക്കുമ്പോൾ അടുത്ത ഒരു അസാധാരണമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആദ്യ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടല്ലോ, അത് നിന്നെ നയിക്കും. അത്ഭുതത്തിൽ ജീവിക്കുന്നവന് മറ്റൊരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രയാസം കാണത്തില്ല, ഒരു വിഷമവും കാണത്തില്ല. Now Elijah is going to pray a one step further. ഇനി വീണ്ടും ഒരു അടുത്ത പടി കൂടി കടന്ന് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. His first prayer brought death to the nations. തന്റെ ആദ്യത്തെ പ്രാർത്ഥന ദേശത്ത് മരണമാ വിതച്ചത്. മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ, എല്ലാം മരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. And the second prayer is going to bring life to the dead. ഏലിയാവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന ഇപ്പോൾ മരിച്ച ഒരു വ്യക്തിയെ ജീവിപ്പിക്കുകയാണ്. The trees has died. വൃക്ഷങ്ങൾ നശിച്ചു. The animals has died. മൃഗങ്ങൾ നശിച്ചു. The first prayer brought death to the nation. ആദ്യത്തെ ഏലിയാവിന്റെ പ്രാർത്ഥന ദേശത്ത് കൊണ്ടുവന്നത് മരണമായിരുന്നു എങ്കിൽ Now the second prayer brings life to the dead ones. ഏലിയാവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന മരിച്ചവനെ ജീവിപ്പിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. Dear brother and dear sister, പ്രിയ സഹോദര, പ്രിയ സഹോദരി, your prayer has the dynamic power to bring supernatural things. ദൈവത്തിന്റെ അത്ഭുതകരമായ മറുപടികളെ കൊണ്ടുവരുവാൻ പോകുന്നതാണ് നിങ്ങളുടെ അസാധാരണമായ പ്രാർത്ഥനകൾ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് അസാധാരണമായ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്താനുള്ള ശക്തി ഉണ്ടെന്ന് മറന്നു കളയരുത്. Pray unusually. അസാധാരണമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. The first prayer brought death to the nation. ആദ്യത്തെ പ്രാർത്ഥന
ദേശത്ത് മരണം വിതച്ചു എങ്കിൽ, now the second prayer of Elijah is to bring life to something dead already. ഏലിയാവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന മരിച്ചതിനെ ജീവിപ്പിച്ച പ്രാർത്ഥനയായിരുന്നു. So the thought I want to draw from these things, ഈ കാര്യങ്ങളിൽ നിന്നും ഞാൻ എടുക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, your prayer has the power to give birth to unusual things. നിന്റെ പ്രാർത്ഥന ചില അസാധാരണമായതിനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം പോകുന്നതായിരിക്കും. Your prayer has the power to give birth to unusual things. അസാധാരണമായ ചിലതിനെ ജനിപ്പിക്കുവാൻ പോകുന്ന ശക്തിയുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ. Your prayer is so powerful. നിങ്ങളുടെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. Your prayer is so vital. നിങ്ങളുടെ പ്രാർത്ഥന വ്യത്യസ്തമാണ്. So start praying. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. Start praying പ്രാർത്ഥിച്ചു for തുടങ്ങുക. unusual things. അസാധാരണമായ ചിലതിന് വേണ്ടി. Every prayer will give birth to an unusual thing. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ചില അസാധാരണമായ അത്ഭുതങ്ങളെ ജനിപ്പിക്കുന്നതായിരിക്കും. That's what's called miracle. അതിനെയാണ് അത്ഭുതങ്ങൾ എന്ന പേരിൽ നാം And when you വിളിക്കുന്നത്. pray unusually, നിങ്ങൾ അസാധാരണമായി പ്രാർത്ഥിക്കുമ്പോൾ God will surprise you with miracles. ദൈവം നിങ്ങളെ അത്ഭുതം കൊണ്ട് നിങ്ങളെ അതിശയിപ്പിക്കും. God is going to surprise you. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെ അതിശയിപ്പിക്കും. Shall we stand in the presence of നമുക്ക് God? എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Hallelujah. Praise the Lord. The coming days, വരുന്ന നാളുകളിൽ you are going to surprise the world with your prayers. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ലോകത്തെ അതിശയിപ്പിക്കാൻ You are പോവുകയാണ്. going to surprise your children with your prayers. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. Oh, you are going to surprise the rest of the people. നിങ്ങൾ മറ്റുള്ള ജനത്തെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. Something great is going to happen. ചില വൻ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. Pray in an unusual manner. അസാധാരണമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. Loving Heavenly Father, we just thank you for that great word that you have given to us and spoke to us this morning. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച, അങ്ങ് ഞങ്ങളോട് ഇടപെട്ട അങ്ങയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. We believe it. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. We believe it. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. Our prayers can give birth to unusual things. അസാധാരണമായ ചില കാര്യങ്ങളെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം പോകുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Our prayers can shut the doors and our prayers can open the doors. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വാതിലുകളെ അടയ്ക്കുവാനുള്ള ശക്തിയുണ്ട്, വാതിലുകളെ തുറക്കുവാനുള്ള ശക്തിയുമുണ്ട്. Our prayers can bring death and our prayers can bring life. കർത്താവേ, മരണത്തെ വിതയ്ക്കുവാൻ പോകുന്നതാണ്, ജീവിപ്പിക്കാൻ പോകുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. Thank you for giving us that power to pray unusually. അസാധാരണമായി പ്രാർത്ഥിക്കുവാനുള്ള അങ്ങയുടെ ശക്തിക്കായി സ്തോത്രം. Lord, bless thy people. അങ്ങയുടെ ജനത്തെ അങ്ങ് Let അനുഗ്രഹിക്കണമേ. them go and experience the unusual miracles of God. ദൈവത്തിന്റെ അസാധാരണമായ പ്രവർത്തികളെ അവർ അനുഭവിക്കട്ടെ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen and amen. ആമേൻ.